ഷെമ ബൈബിൾ ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യോശുവ അധ്യായം 19 ബൈബിൾ ക്വിസ്. രണ്ടാമത്തെ നറുക്ക് വന്നത് ഏത് ഗോത്രത്തിനാണ്? ശിമെയോൻ ഗോത്രത്തിന്. ശിമെയോന്റെ അവകാശം ഏത് ഗോത്രത്തിന്റെ അവകാശത്തിന്റെ ഇടയിലായിരുന്നു? യഹൂദ മക്കളുടെ. മറ്റൊരു ഗോത്രത്തിന്റെ ഓഹരിയിൽ അവരുടെ അവകാശം ഉൾപ്പെട്ടിരുന്നത് ഏത് ഗോത്രത്തിനായിരുന്നു? ശിമെയോൻ ഗോത്രത്തിന്. ശിമെയോൻ മക്കളുടെ അവകാശം യഹൂദയുടെ അവകാശത്തിന്റെ ഇടയിൽ ലഭിച്ചത് എന്തുകൊണ്ട്? യഹൂദ മക്കളുടെ ഓഹരി അവർക്ക് അധികമായിരുന്നതുകൊണ്ട്. ശീലോവിൽ ചീട്ടിട്ട് ദേശം വിഭാഗിച്ചപ്പോൾ മൂന്നാമത്തെ നറുക്കു വന്നത് ഏത് ഗോത്രത്തിനാണ്? സെബൂലൂൻ മക്കൾക്ക്. സെബൂലൂൻ ഗോത്രത്തിന്റെ അവകാശത്തിന്റെ അതിർ എവിടെ വരെ ആയിരുന്നു? സാരിദ് വരെ ആയിരുന്നു. സെബൂലൂന്റെ അതിർ പടിഞ്ഞാറോട്ട് മരലയിലേക്ക് കയറി ദബ്ബേശേത്ത് വരെ ചെന്ന് എവിടെ എത്തുന്നു? യോക്നെയാമിനെതിരെയുള്ള തോട് വരെ. സെബൂലൂന്റെ അതിര് സാരിദിൽ നിന്ന് കിഴക്കോട്ട് സൂര്യോദയത്തിന് നേരെ കിസ്ലോത്ത് താബോരിന്റെ അതിരിലേക്ക് തിരിഞ്ഞ് ദാബരത്തിന് ചെന്ന് എവിടെ കയറുന്നു? യാഫിയയിലേക്ക്. യാഫിയയിൽ നിന്ന് കിഴക്കോട്ട് ഗത്ഹേഫറിലേക്കും എത്കാസിനിലേക്കും കടന്ന് നേയ വരെ നീണ്ടുകിടക്കുന്ന എവിടേക്ക് ചെല്ലുന്നു? തിമ്മോനിലേക്ക് ചെല്ലുന്നു. സെബൂലൂന്റെ അതിർത്തി ഏത് താഴ്വരയിലാണ് അവസാനിച്ചത്? ഇഫ്താഹ് എൽ. ബെത്ലഹേം പട്ടണം ആർക്ക് അവകാശമായി ലഭിച്ചു? സെബൂലൂൻ മക്കൾക്ക്. ശീലോവിൽ ചീട്ടിട്ട് ദേശം വിഭാഗിച്ചപ്പോൾ നാലാമത്തെ നറുക്ക് വന്നത് ഏത് ഗോത്രത്തിനാണ്? ഇസാഖാരിന്. ഇസാഖാരിന്റെ അവകാശത്തിൽ ഏത് പ്രസിദ്ധ പട്ടണം ഉൾപ്പെടുന്നു? ഇസ്രയേൽ. ഇസാഖാർ ഗോത്രത്തിന്റെ അതിർ എവിടെ എത്തിയാണ് യോർദാങ്കൽ അവസാനിക്കുന്നത്? താബോർ, ഷഹസുമ, ബെത് ഷെമേഷ് എന്നിവയിൽ എത്തി. ഇസാഖാർ ഗോത്രത്തിന് കുടുംബമായി എത്ര പട്ടണങ്ങളും ഗ്രാമങ്ങളും അവകാശമായി കിട്ടി? 16 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. ശീലോവിൽ ചീട്ടിട്ട് ദേശം വിഭാഗിച്ചപ്പോൾ അഞ്ചാമത്തെ നറുക്ക് വന്നത് ഏത് ഗോത്രത്തിനാണ്? ആഷേർ മക്കളുടെ. ആഷേറിന്റെ പടിഞ്ഞാറൻ അതിർത്തി എവിടെ എത്തുന്നു?
കർമ്മേലും ശീഹോർ ലിബ്നാത്തും വരെ. ആഷേറിന്റെ അതിർ മഹാനഗരമായ സീദോൻ വരെ ചെന്നിട്ട് ആ അതിര് രാമായിലേക്കും ഉറപ്പുള്ള പട്ടണമായ എവിടേക്കും തിരിയുന്നു. സോർ. ഉറപ്പുള്ള പട്ടണം ഏത്? സോർ പട്ടണം. ആഷേറിന് എത്ര പട്ടണങ്ങളും ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു? 22 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. ശീലോവിൽ ചീട്ടിട്ട് ദേശം വിഭാഗിച്ചപ്പോൾ 6-ാമത്തെ നറുക്ക് വന്നത് ഏത് ഗോത്രത്തിനാണ്? നഫ്താലി ഗോത്രത്തിന്. നഫ്താലി ഗോത്രം അവരുടെ പടിഞ്ഞാറ് വശത്ത് ഏത് ഗോത്രത്തെയാണ് തൊട്ടത്? ആഷേർ ഗോത്രത്തെ. നഫ്താലി ഗോത്രം അവരുടെ തെക്ക് വശത്ത് ഏത് ഗോത്രത്തെയാണ് തൊട്ടത്? സെബൂലൂൻ ഗോത്രത്തെ. അവകാശം ലഭിച്ച 7-ാമത്തെയും അവസാനത്തെയും ഗോത്രം ഏതാണ്? ദാൻ ഗോത്രം. ദാന് ലഭിച്ച അവകാശദേശത്തിൽ ഒരു ദേശം ഒരു തുറമുഖ നഗര പ്രദേശത്തിനെതിരെയുള്ള ദേശമായിരുന്നു. ഏതായിരുന്നു ആ തുറമുഖ നഗര പ്രദേശം? യാഫോ. ദാൻ മക്കൾ ലേശേമിനെതിരെ യുദ്ധം ചെയ്യാൻ പോയത് എന്തുകൊണ്ട്? ദാൻ മക്കളുടെ ദേശം അവർക്ക് പോയതുകൊണ്ട്. ഏത് ദേശത്തിനാണ് ദാൻ മക്കൾ തങ്ങളുടെ അപ്പനായ ദാന്റെ പേരിൻ പ്രകാരം ദാൻ എന്ന് പേരിട്ടത്? ലേശേമിന്. യോശുവയ്ക്ക് എന്ത് അവകാശം ലഭിച്ചു? തിമ്നത്ത് സേര്. യോശുവയ്ക്ക് ആരാണ് അവകാശം നൽകിയത്? ഇസ്രായേൽ മക്കൾ. ആരുടെ കൽപ്പന പ്രകാരമാണ് എഫ്രൈം മലനാട്ടിലുള്ള തിമ്നത്ത് സേര് അവർ യോശുവയ്ക്ക് കൊടുത്തത്? യഹോവയുടെ കൽപ്പന പ്രകാരം. യോശുവയ്ക്ക് ലഭിച്ച അവകാശം എവിടെയായിരുന്നു? എഫ്രൈം മലനാട്ടിൽ. തിമ്നത്ത് സേരയിൽ യോശുവ എന്താണ് ചെയ്തത്? ആ പട്ടണം പണിത് അവിടെ പാർത്തു. ഏഴ് ഗോത്രങ്ങൾക്ക് വേണ്ടി അവകാശം ചീട്ടിട്ട് നൽകിയത് എവിടെ വെച്ചായിരുന്നു? ശീലോവിൽ സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ.
ഷീലോവിൽ സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ വെച്ച് അവകാശം ചീട്ടിട്ട് നൽകിയത് ആരെല്ലാമായിരുന്നു? പുരോഹിതനായ എലയാസരും നൂന്റെ മകനായ യോശുവയും ഇസ്രയേൽ മക്കളുടെ ഗോത്രപിതാക്കന്മാരിൽ പ്രധാനികളും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.